കഴിഞ്ഞ ദിവസം ജിൻഡോയും ജാസ്മിനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാസ്മിൻ അഫ്സലിന്റെ കാര്യം എടുത്തിടുന്നു. അഫ്സൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് തന്റെ ഒരു ഫ്രണ്ട് മാത്രമാണ്. ഇടയ്ക്ക് തന്നെ വിവാഹം ആലോചിച്ചിരുന്നു. അപ്പോൾ ജസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞു വിട്ടു. അല്ലാതെ ഞങ്ങൾ തമ്മിൽ മോതിരമാറ്റം ചടങ്ങൊന്നും കഴിഞ്ഞിട്ടില്ല, എന്റെ ഒരു ഫ്രണ്ട് മാത്രമാണെന്ന് പറഞ്ഞു. എന്നാൽ ജാസ്മിന്റെ ഈ കല്ല് വെച്ച നുണകൾ കേട്ട് അവസാനം ഗതികെട്ട് പ്രതികരിച്ചിരിക്കുകയാണ് അഫ്സൽ. അഫ്സൽ ജാസ്മിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് 1.5 വർഷമൊന്നും ആയില്ല, വെറും 7 മാസമേ ആയിട്ടുള്ളൂ. അസ്ല മാർലിയുടെ കല്യാണത്തിന് വെച്ചാണ് ഞാൻ ജാസ്മിനെ ആദ്യമായി കാണുന്നത്. ജാസ്മിൻ ഇനി പുറത്തിറങ്ങിയാണെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചാൽ അവൾ പറയാൻ പോകുന്നത്, ഇതൊക്കെ ഞാൻ ജിൻഡോന്റെ അടുത്ത് എന്തിനാണ് പറയുന്നത്, എന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതിന്റെ ആവശ്യം എന്താണ് എന്നായിരിക്കും. ജാസ്മിൻ ഓരോ സമയത്തും ഓരോ സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. എന്നാൽ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് എന്നെയും എന്റെ ഫാമിലിയെയുമായിരിക്കും. ഇപ്പോൾ ജാസ്മിൻ കാരണം ആളുകളുടെ മുൻപിൽ ഞാനൊരു കോമാളി ആയിക്കൊണ്ടിരിക്കുകയാണ്. പലരും 7 മാസത്തെ റിലേഷൻഷിപ്പിന്റെ ഫോട്ടോസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും പബ്ലിഷ് ആക്കേണ്ട ആവശ്യം എനിക്കില്ല. പ്രതികരിക്കാതിരിക്കുകയായിരുന്നു ഞാൻ. എന്നാൽ ഇത്തരമൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്തരം നുണക്കഥകൾ പറയുമ്പോൾ ഞാൻ എന്തിനു പ്രതികരിക്കാതിരിക്കണം? അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഇപ്പോൾ തുറന്നു പറയുന്നത്. ഇവിടുന്ന് ഷോയിലേക്ക് പോകുമ്പോൾ ഞാനും അവളുടെ പാരന്റ്സും വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തതാണ് പേഴ്സണൽ കാര്യങ്ങളൊന്നും അവിടെ ചെന്ന് പറയരുതെന്ന്. എന്നാൽ 1ാമത്തെ ആഴ്ചയിൽ തന്നെ അവൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ഇപ്പോൾ അവൾ ഒരുപാട് നുണകൾ പറയുന്നുണ്ട്. ഇതെല്ലാം ലൈവിലും എപ്പിസോഡിലുമൊക്കെ കാണിക്കുന്നുണ്ടെന്ന് അവൾ അറിയുന്നില്ലേ? ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് പ്രതികരിക്കാതിരിക്കാനാകില്ല. ഇതിന്റെ എക്സ്പ്ലനേഷൻ തരേണ്ടത് എന്റെ ആവശ്യമാണ്. അസ്ല മാർലിയുടെ കല്യാണത്തിന് വെച്ചാണ് ഞാൻ ജാസ്മിനെ ആദ്യമായി കാണുന്നത്. അന്ന് ജാസ്മിൻ മുന്നയുമായിട്ട് കമ്മിറ്റഡ് ആയിരുന്നു. അവളുടെ എക്സ് ബോയ്ഫ്രണ്ട് മുന്നയെ എനിക്ക് നന്നായി അറിയാവുന്ന ആളാണ്. ഇപ്പോൾ മുന്നയുടെ അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവളെ കുറിച്ച് അറിയാൻ സാധിച്ചു. അവൾ എന്നിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സിന്റെ മുൻപിൽ അവൾ പറഞ്ഞിരുന്നത് മുന്ന വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരാളാണെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ജാസ്മിനോട് ഞങ്ങൾക്ക് ഒരുപാട് സിമ്പതിയൊക്കെ തോന്നിയിട്ടുണ്ട്. മുന്ന ടോക്സിക് ആണെന്ന് പറയുന്നതിനൊപ്പം തന്നെ മുന്നക്ക ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അവൾ ഇടക്കിടക്ക് പറയുമായിരുന്നു. എന്തിനാണ് അതിൽ തന്നെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നെ മുന്നക്ക ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് അവൾ പറയുമായിരുന്നു. ഇനി മുന്നക്കയുടെ കയ്യിൽ നിന്നും ഞങ്ങൾ റിലേഷൻഷിപ്പ് ആയത് എങ്ങനെയാണെന്ന് പറയാം. അസ്ലയുടെ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി ഞങ്ങൾ എല്ലാവരും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾ എന്നോട് പറഞ്ഞു, മുന്നക്ക ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അഫ്സലക്കയെ കല്യാണം കഴിക്കുമായിരുന്നു എന്ന്. ഞാൻ ആ സമയത്ത് അത് ചിരിച്ചു കളഞ്ഞു. എങ്കിലും ഞാൻ ആലോചിച്ചിരുന്നു എന്തിനാണ് അവൾ എന്നോട് അങ്ങനെ പറഞ്ഞതെന്ന്. എന്നാൽ അതിനുശേഷം ജാസ്മിനും മുന്നയും തമ്മിൽ അടിയായി, വഴക്കായി. വളരെ മോശമായ രീതിയിൽ തന്നെ അതങ്ങനെ തുടർന്നു പോയി. പിന്നെ അതിനുശേഷം കാണുന്നത് അവർ ബ്രേക്കപ്പ് ആയതാണ്. ഒരാഴ്ചയോളം ജാസ്മിൻ കരഞ്ഞു നടന്നു. മുന്നേ ഉണ്ടായിരുന്ന സമയത്ത് ജാസ്മിൻ എന്നെ കുറിച്ച് മുന്നയോട് പൊക്കി പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നക്ക് എന്നോട് വളരെയധികം ദേഷ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി. അങ്ങനെ ജാസ്മിൻ ബ്രേക്കപ്പ് ആയതിന്റെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അതിനുശേഷം അവൾ കൂടുതലായിട്ട് എന്നോട് സംസാരിക്കുമായിരുന്നു. ഞാൻ അവളെ ഒരുപാട് മോട്ടിവേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് അസ്ല പുറത്തേക്ക് പോകുന്ന ദിവസമാണ് ഞാനും ജാസ്മിനും കാണുന്നത്. ഞങ്ങൾ അസ്ലയുടെ വീട്ടിലെത്തി പാക്കിങ്ങിനൊക്കെ സഹായിച്ചു. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞാണ് ഞങ്ങൾ റിലേഷൻഷിപ്പ് ആകുന്നത്. ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോവുകയൊക്കെ ചെയ്തിരുന്നു. ഇതെല്ലാം ജാസ്മിന്റെ ഫ്രണ്ട്സിനും എന്റെ ഫ്രണ്ട്സിനും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇപ്പോൾ അവൾ ബിഗ് ബോസിലെത്തി ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളാണ് എനിക്കും എന്റെ ഫാമിലിക്കും നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ വീട്ടുകാർക്ക് അവളുമായിട്ടുള്ള ബന്ധത്തിൽ താല്പര്യമില്ലായിരുന്നു. ഞാൻ ഒരുപാട് കൺവിൻസ് ചെയ്താണ് ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചത്. ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് അവൾ അവളുടെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ വിളിപ്പിച്ച് ഒരുപാട് കൺവിൻസ് ചെയ്താണ് ഈ വിവാഹം ഉറപ്പിക്കൽ നടത്തിയത്. എന്റെ കയ്യിൽ അതിനുള്ള എല്ലാത്തിനുമുള്ള പ്രൂഫ് ഉണ്ട്. അങ്ങനെ എന്റെ വീട്ടുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന് ഞാൻ ഈ കല്യാണം ഉറപ്പിച്ചു. എന്നാൽ ഇപ്പോൾ അവൾ ഇങ്ങനെയൊക്കെ എന്നോട് കാണിക്കുന്ന സമയത്ത് എന്റെ വീട്ടുകാർ മാത്രമാണ് എന്റെ കൂടെ ഉള്ളത്. ഞാൻ അവളുടെ ഉമ്മയെ കണ്ടു. A to Z കാര്യങ്ങൾ എല്ലാം അവളുടെ ഉമ്മയോട് പറഞ്ഞു. ഞങ്ങൾ തമ്മിലുള്ള ഫോട്ടോസും ഇമേജസും എല്ലാം ഉമ്മയെ കാണിച്ചു. ജാസ്മിൻ എന്നോട് കാണിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഉമ്മയോട് തുറന്നു പറഞ്ഞു. ഞാൻ അവളുടെ ഉമ്മയോട് ഒരു കാര്യം കൂടി പറഞ്ഞു.
നിങ്ങളറിയാത്ത ഒരു ജാസ്മിൻ ഉണ്ട്. ജാസ്മിൻ വരുമ്പോൾ ചോദിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് എന്നോട് ഇതെല്ലാം ചെയ്തതെന്ന്. എല്ലാ പ്രൂഫും ഞാൻ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിന്റെ ഒരു കാരണം അവിടെ വിളിച്ചു പറയുന്ന കള്ളത്തരങ്ങൾ കൊണ്ട് തന്നെയാണ്. നമ്മുടെ കയ്യിൽ പ്രൂഫ് എടുത്തു വെക്കുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. കാരണം ഓരോ സമയത്തും ഓരോ കാര്യങ്ങളാണ് ജാസ്മിൻ അവിടെ പറയുന്നത്. അതുപോലെ മുന്നയെ കുറിച്ച് അവൾ അവിടെ പൊക്കി പറയുന്നത് കണ്ടു. അതിനു കാരണം മുന്ന അറിയുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അത് പുറത്തു വരുമോ എന്ന് പേടിച്ചിട്ടാണ് അവൾ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇതൊക്കെ പബ്ലിക്കിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവൾക്കും ഒരു ലൈഫ് ഉണ്ട്. അവൾ ബിഗ് ബോസിൽ കാണിക്കുന്ന ഇത്തരം കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല എന്റെ ഈ ഡിസിഷൻ, വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൾ ഗബ്രിയുടെ കയ്യിൽ പിടിക്കുന്നതോ കെട്ടിപ്പിടിക്കുന്നതോ ഒന്നും എനിക്ക് പ്രശ്നമല്ല. ഈ പ്രണയം പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞതാണ് എനിക്ക് പ്രശ്നമായത്. ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചിട്ട് പുതിയതിലേക്ക് പോകുന്നത് കൊണ്ട് പ്രശ്നമില്ല. എന്നാൽ ഒരാളെ വെച്ചിട്ട് മറ്റൊരാളോട് ഫീലിങ്സ് തോന്നുന്നത് എന്തുകൊണ്ടാണ്? കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. എന്നാൽ ഇത്രയൊക്കെ ആയിട്ടും പുറത്ത് ഒരുപാട് ആളുകൾ അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പോകുന്ന തരം ആളുകളായിരിക്കും അവളെ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പോഴും ജാസ്മിന്റെ വീട്ടുകാർ അവരെ കുറിച്ച് ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. എനിക്കും ഒരു മനസ്സുണ്ട്, എനിക്കും വീട്ടുകാരുണ്ട്, എനിക്കും സുഹൃത്തുക്കളുണ്ട്. അവരോടൊക്കെ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് ഞാനാണ്.